അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുമെല്ലാം ചിന്തിക്കാനും പഠിക്കാനുമെല്ലാം വേദഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അവന്റെ ഏറ്റവും അന്യൂനമായ സൃഷ്ടിപ്പിനെ കുറിച്ച് ചില സൂചനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. സൂറത്തു അബസയിലെ 18-ാമത്തെ ആയത്തിൽ മിൻ അയ്യി ശൈഇൻ ഖലഖ, ഏതൊരു വസ്തുവിൽ നിന്നാണ് അല്ലാഹു അവനെ സൃഷ്ടിച്ചത്? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു, ഒരു ബീജത്തിൽ നിന്നാണ്, ഒരു നുത്ഫയിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്. ഫഖദ്ദറഹു, എന്നിട്ടോ അവന്റെ കാര്യം വ്യവസ്ഥപ്പെടുത്തുകയും നിർണയിക്കുകയും ചെയ്തു എന്ന് പറയുന്നത്. മൂസ അലൈഹിസ്സലാം ഫിർഔനിനോട് ദഅവത്ത് നടത്തുന്ന സന്ദർഭത്തിൽ ഫിർഔൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ. രണ്ടുപേരുണ്ടല്ലോ, ഹാറൂൻ അലൈഹിസ്സലാമുണ്ട്, മൂസ അലൈഹിസ്സലാമുണ്ട്. നിങ്ങളുടെ രണ്ടാളെയും റബ്ബ് ആരാണ്? ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ. അല്ല മൂസ, നിങ്ങളെ രണ്ടാൾക്കാരുടെയും റബ്ബ് ആരാണ്? ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിനതിന്റെ പ്രകൃതം നൽകുകയും ചെയ്ത, അതിന് വഴി കാണിക്കുകയും ചെയ്തവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്നാ പറഞ്ഞത്. സൃഷ്ടിക്കുക മാത്രമല്ല, അഅ്താ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ എന്നാ പറഞ്ഞത്. പിന്നെ അതിന് ഹിദായത്ത് നൽകി, ഓരോ സൃഷ്ടിക്കും അതിന് വേണ്ട ഗൈഡൻസ്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ എന്ന് സൂറത്തു അബസയിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കൂടിച്ചേർന്ന ബീജത്തിൽ നിന്ന്, ആണിന്റെയും പെണ്ണിന്റെയും ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുകയാണ്. സൂറത്തു ഇൻസാനിൽ ഒരു ചോദ്യമുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. നുത്ഫത്തിൻ അംശാജിൽ നിന്നാണ്, അതായത് മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ അല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ജനിച്ചൊരു ദിവസമുണ്ട്, അന്നാണ് നമ്മളെ കാണുന്നത്. നമ്മുടെ മാതാവ് നമ്മളെ ഗർഭം ധരിച്ച ആ ദിവസം, അതിന്റെ തുടക്കത്തിൽ മാതാവിന് പോലും അറിയില്ല എൻ്റെ വയറ്റിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടോ എന്ന്. അത് കുറച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ. ആ ഉണ്ടായ ദിവസമോ അതിന്റെ പിറ്റേന്നോ അതിന്റെ പിറ്റേന്നിന്റെ പിറ്റേന്നോ ഒരാഴ്ചയോ അറിയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ, ഒരു പ്രത്യേക അവസ്ഥയിലെത്തിയതിന് ശേഷം മാത്രമാണ് ആ മാതാവ് പോലും അറിയുന്നത് എൻ്റെ ഉദരത്തിൽ ഒരു കുട്ടിയുണ്ട് എന്ന്. നാട്ടുകാരൊക്കെ അറിഞ്ഞപ്പോൾ നമ്മളെ പുറത്തേക്ക് വന്ന് നമ്മളെ കാണുമ്പോഴാണ് നമ്മളെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഞാൻ ജനിക്കുന്നതിന് മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ എവിടെയായിരുന്നു? അല്ലാഹു ചോദിക്കണം, മനുഷ്യൻ പ്രസ്താവ്യമല്ലാത്ത, പ്രസ്താവ്യമായ ഒരു വസ്തുവേ അല്ലാതിരുന്ന ഒരു കാലഘട്ടം അവന്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് ശാസ്ത്രം പറയുന്നത് എത്ര അറിയോ? എത്രയാണ്? 1350 കോടി വർഷമായി അത്ര ഈ പ്രപഞ്ചം ഉണ്ടായിട്ട്. അപ്പൊ ഈ പ്രപഞ്ചം, ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും എല്ലാം ഉണ്ടായിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമ്മളെ ഒരു ജീവിതം 60-70 വയസ്സ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതെത്ര സമയമുള്ളൂ? ഈ പ്രപഞ്ചത്തിന്റെ ഒരു സ്കെയിൽ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിലൊന്നുമല്ല. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് അതിലൊന്നുമല്ല. 1350 കോടി വർഷം ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ അതിന്റെ മേലെ 40 മുതൽ അല്ല 60-70 കൊല്ലം ജീവിച്ചാണ് പോണ ആൾക്കാരാണ്. അതിന്റെ മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? നുത്ഫത്തിൻ അംശാജ്,
നുത്തുഫത്തിന്റെ അംശാജായ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു, കൂടിച്ചേർന്ന ബീജം. നോക്കി, ഇവിടെ നുത്തുഫത്ത് എന്ന് പറയാം. നുത്തുഫ എന്ന് പറയുമ്പോൾ അത് ഒരു ഏകവചനമാണ്. അംഷാജ് എന്നുള്ളത് മഷീജ് എന്നൊക്കെ ഉള്ളതിന്റെ ബഹുവചനമാണ് അംഷാജ് എന്നുള്ളത്. സാധാരണഗതിയിൽ അറബിയിൽ ഒന്നിനോട് ചേർത്ത് പറയുമ്പോൾ ഏകവചനം ഉപയോഗിച്ചു കൊടുത്ത് ഏകവചനം തന്നെയാണ് ഉപയോഗിക്കുക. ഇവിടെ അതിനോട് ചേർത്ത് വന്നത് ബഹുവചനമാണ്. നുത്തുഫത്ത് എന്നുള്ള ഏകവചനത്തിനോട് അംഷാജ് എന്നുള്ള ബഹുവചനമാണ് ചേർന്ന് വന്നത്. ഒരു മിശ്രിത ബീജ. അറബി ഭാഷയിൽ അംഷാജ് എന്ന് പറഞ്ഞ ജംഉ തക്സീർ എന്നാ പറയാ. ജംഉ തക്സീർ അനേകം അസംഖ്യം എണ്ണത്തിനാണ്. സാധാരണ ഒരാൾക്ക് എണ്ണാൻ പറ്റാത്തത്ര ബഹുവചനം വരുമ്പോഴാണ്, എണ്ണത്തിൽ കൂടുതൽ വരുമ്പോഴാണ് ജമ്മു തക്സീർ ഉപയോഗിക്കുക. അംഷാജ് എന്നുള്ളത് അതിന്റെ ജമ്മു തക്സീറാണ്. അപ്പൊ കൂടിച്ചേർന്ന ബീജങ്ങൾ എന്നാണ് അവിടെ അർത്ഥം വരിക. കൂടിച്ചേർന്ന ബീജങ്ങൾ. നോക്കിയൊരു മനുഷ്യൻ ശ്രവിക്കുന്ന അവന്റെ ഒരു പുരുഷൻ ഒരൊറ്റ പ്രാവശ്യം വിസർജിക്കുന്ന ശുക്ലത്തില് ഏകദേശം 300 മുതൽ 400 മില്യൺ സ്പേം ഉണ്ട് എന്നാണ്. 300 മുതൽ 400 മില്യൺ ബീജങ്ങൾ ഉണ്ടായില്ല. നിങ്ങൾക്ക് അതിന്റെ വലുപ്പം മനസ്സിലാണെങ്കിൽ കേരളത്തിൽ ആകെയുള്ള ജനസംഖ്യ 35 മില്യണാണ്. കേരളത്തിൽ ആകെയുള്ള ആൾക്കാർ എണ്ണത്രയാണ് 35 മില്യണാണ്. ഒരു പുരുഷൻ ഒരു പ്രാവശ്യം സ്രവിക്കുന്ന ബീജത്തില് 300 മില്യൺ ബീജങ്ങളുണ്ട്. കേരളത്തിലുള്ള ജനസംഖ്യന്റെ 8 ഇരട്ടി ബീജങ്ങൾ ഉണ്ട് ഒരു പുരുഷൻ ഒരു പ്രാവശ്യം സ്രവിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കൂടിച്ചേർന്ന് സിക്താണ്ഡമായി മാറുന്നത്. അപ്പൊ ഇവിടെ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പം, ഒരു കൂടിച്ചേർന്ന ബീജത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് എന്തൊരു വലിയ അത്ഭുതമാണ് സഹോദരങ്ങളെ. നമ്മുടെ ഉമ്മ പോലും അറിയാതെ ഒരു ഘട്ടം നമുക്ക് കഴിഞ്ഞുപോയി. ഇതെല്ലാം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഒരു വളർച്ചയുടെ പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ അള്ളാഹു നമുക്ക് റൂഹിനെ നൽകി. റബ്ബ് ഇവിടെ പറയുന്നുണ്ട് സൂറത്തു മനുഷ്യന് അള്ളാഹു റൂഹിനെ ഊതി എന്ന് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. തന്റെ റൂഹിൽ നിന്ന് അവൻ ഊതി എന്ന് പറഞ്ഞാൽ തന്റെ ആത്മാവ് എന്നല്ല, അള്ളാഹുവിന്റെ റൂഹ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റൂഹ് എന്നല്ല ഊതിയത്. ബൈത്തുള്ള എന്നാണ് അള്ളാഹിന്റെ ഒരു പ്രയോഗമാണ് അറബിയിൽ. അള്ളാന്റെ വീട്, അള്ളാന്റെ ഭവനം എന്ന് പറഞ്ഞാല് അതേപോലെ അള്ളാഹു ഉടമപ്പെടുത്തിയ റൂഹിൽ നിന്ന് അള്ളാഹു നമുക്കൊരു റൂഹ് നൽകണം. അങ്ങനെ നമ്മൾ വളർന്ന് വലുതായി വന്നു സഹോദരങ്ങളെ. എന്നിട്ടോ അള്ളാഹു നമുക്ക് ഖലഖഹു എന്ന് മാത്രല്ല ഫഖദ്ദറഹു എന്നാ പറഞ്ഞു. ആ ഖദ്ദറ അവൻ നിർണയിച്ചു നൽകി. അല്ലെങ്കിൽ അല്ലദീ ഖലഖ എന്താണ് റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖലഖഹു സുമ്മ ഹദാ. ഹിദായത്ത് നൽകി, മാർഗദർശനം നൽകി. നിങ്ങൾ നോക്കി, മനുഷ്യന്റെ ഓരോ കോശങ്ങൾക്കും അള്ളാഹു ഒരു കൃത്യമായ മാർഗദർശനം നൽകിയിട്ടുണ്ട്. നമ്മുടെ കോശങ്ങളിൽ നടക്കുന്ന രാസപ്രവർത്തനം നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് നമ്മുടെ ഹൃദയ കൺട്രോളിലല്ല. നമ്മുടെ കിഡ്നി പ്രവർത്തിക്കുന്നത് നമ്മുടെ കൺട്രോളിലല്ല. നമ്മുടെ ശരീരത്തിലെ 99% പ്രവർത്തനങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതിനൊക്കെ അള്ളാഹു കൃത്യമായ ഒരു മാർഗദർശനം നൽകിയിട്ടുണ്ട്. അതാണ് മനുഷ്യന്റെ ജനിതക ഘടകമായ DNA എന്ന് പറയുന്ന മനുഷ്യന്റെ കോശങ്ങളുടെ ഉള്ളില്. മനുഷ്യന്റെ കോശം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, 200 ട്രില്യൺ കോശങ്ങൾ ഉണ്ട് ഒരാളുടെ ശരീരത്തിൽ നിന്നാണ്. ട്രില്യൺ കോശങ്ങൾ. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടിയാണ്. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ തന്നെ 1,00,000 കോടിയാണ്. അപ്പൊ 200 ലക്ഷം കോടി കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തില്. അതിൽ ഒരു കോശത്തെ പോലും മനുഷ്യന് കൃത്യമായി ഇതുവരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ഈ മനുഷ്യൻ ആടുണ്ടാക്കി പൂച്ചുണ്ടാക്കി എന്നൊക്കെ പറയണ എന്താണ്? അള്ളാഹുവിന്റെ ജീൻ എടുത്തിട്ട്, അള്ളാഹു സൃഷ്ടിച്ച DNA എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 200 ട്രില്യൺ അഥവാ 200 കോടി ലക്ഷം കോശങ്ങള് മനുഷ്യന്റെ ശരീരത്തിലുണ്ട്.
അതിൽ ഒരു കോശം, ഒറ്റ കോശത്തിന്റെ ഉള്ളില് DNA എന്ന് പറഞ്ഞ ആ DNA ഉള്ളിലാണ് മനുഷ്യന്റെ സകലമാന കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഒരു ടൈപ്പിസ്റ്റ് നേരം വെളുത്തിരുന്ന് ഒരു 8 മണിക്കൂർ തുടർച്ചയായിട്ട് ഒരു 60 വാക്ക് ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്യണം. 60 വാക്ക് ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ 8 മണിക്കൂർ തുടർച്ചയായിട്ട് അയാൾ ടൈപ്പ് ചെയ്താല്, അങ്ങനെ ഒരു ദിവസം 8 മണിക്കൂർ, അങ്ങനെ 50 കൊല്ലം ടൈപ്പ് ചെയ്താലും ഒരു കോശത്തിലെ DNA എഴുതി വെച്ച കാര്യങ്ങൾ മുഴുവനും ടൈപ്പ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. അത്രയും ഒരു കോശത്തിന്റെ DNA ഉള്ളിൽ കിടക്കുന്നുണ്ട് കാര്യങ്ങൾ. നമ്മളെല്ലാ കാര്യങ്ങളിലും കിടക്കട്ടെ. നമ്മൾ ഓരോ കോശങ്ങൾ എപ്പോ വളരും, എന്ത് നടക്കും, എവിടെ മുറി, നമ്മുടെ പുരികം, ആ പുരിക എങ്ങനെ മുറിച്ചാലും സഹോദരങ്ങളെ, പുരിക എങ്ങനെ വടിച്ചാലും രണ്ടാമതും അത് വളർന്നു വരുമ്പം അത് പുരികത്തിന്റെ ആ നീളത്തിൽ എത്തുള്ളത്. മുടി വളരുന്ന മാതിരി വളരൂല. ശരീരത്തിന്റെ ഏതൊരു കോശവും അതിനൊരു സ്ട്രക്ചറും ഒരു ഇതുണ്ട്, അതിന്റെ ജനിതക മെറ്റീരിയൽ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അത് കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. നമ്മൾ ഒരു കോശത്തിലും, ഒരു മനുഷ്യന്റെ ഒരു കോശത്തിന്റെ ഉള്ളിലത്തെ DNA എങ്ങനെയാണ് നീർത്തി വെച്ചാല്, അത് മൈക്രോസ്കോപ്പിൽ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ കാണുന്ന സാധനമാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനമാണ്. പക്ഷെ അത് നീർത്തി വെച്ചാല് ഒരു കോശത്തിലെ DNA മാത്രം 2 മീറ്റർ നീളമുണ്ട്. 2 മീറ്റർ നീളം ഒരു കോശത്തിലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, 200 ട്രില്യൺ കോശങ്ങളിലെ DNA മൊത്തം നമ്മളെടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചാല് അത് എത്ര ഉണ്ടാവും സഹോദരങ്ങളെ? 40,000 കോടി കിലോമീറ്റർ ഉണ്ടാവും. ഒരു മനുഷ്യന്റെ മുഴുവൻ കോശങ്ങളിലെ DNA എങ്ങനെ നീർത്തി വെച്ച് അതിങ്ങനെ ഏച്ചു കൂട്ടിയാല് 40,000 കോടി കിലോമീറ്റർ. ഇവിടുന്ന് സൂര്യൻക്കുള്ള ദൂരം എത്രയോ? 15 കോടി കിലോമീറ്റർ ഉള്ളൂ. 40,000 കോടി കിലോമീറ്റർ നീളത്തിലെ DNA മനുഷ്യന്റെ കോശങ്ങൾക്കുള്ളിലുണ്ട്. ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അത് ഒരു തരം, നമ്മളെ ശരീരം എടുത്താറേ ഒരൊറ്റ കോശമല്ല, എത്ര വ്യത്യസ്ത തരം കോശങ്ങളാണ്. അതിൽ ചില കോശങ്ങൾ ഒരു ദിവസം കൊണ്ട് ചത്ത് പുതിയ കോശം ഉണ്ടാവും. നമ്മളെ ശരീരത്തിലെ ശ്വേതരക്താണ്, വൈറ്റ് ബ്ലഡ് സെൽ എന്ന് പറഞ്ഞ രക്തകോശമുണ്ട്. രക്തത്തിലെ WBC എന്ന് പറയുന്ന കോശമുണ്ട്. അത് ഒരു ദിവസമൊക്കെ ജീവിക്കുള്ളൂ ആകെ. നമ്മളെ ശരീരത്തിലെ എപ്പിത്തീലിയം ഉണ്ട്, നമ്മളെ ദഹന വ്യവസ്ഥ. എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളാണ് നമ്മുടെ വയറ്റിനുള്ളിലുള്ളത് സഹോദരങ്ങളെ. ആസിഡുകൾ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ എന്തും കഴിച്ചു നോക്കി, എത്ര ഉറപ്പുള്ള ഇറച്ചി കഴിച്ചാലും അതൊക്കെ കണ്ട് ഡൈജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊഴുപ്പായിട്ടാണ് വരും താഴത്തേക്ക്. അതവിടെ ആസിഡ് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ആസിഡ് കൊണ്ട് നമ്മുടെ ആമാശയം ഉരുകിപ്പോകുന്നില്ല. ആമാശയത്തിന്റെ കോട്ടിങ് ഓരോ 3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കോശങ്ങൾ, ആ എപ്പിത്തീലിയൽ, അതിന്റെ ഉള്ളിലുള്ള ഏറ്റവും ഉള്ളിലുള്ള എപ്പിത്തീലിയൽ കോശങ്ങൾ 3 ദിവസം കൂടുമ്പോൾ പുതിയ കോശങ്ങൾ ഉണ്ടാകുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ രോമം എഴുന്നേറ്റ് നിന്നു നമ്മൾ പറയല്ലോ, രോമം എഴുന്നേറ്റ് നിന്നു. രോമം വെറുതെ എഴുന്നേറ്റിക്കുക, അതിന്റെ ഉള്ളിലൊരു മസിലുണ്ട്. ആ മസിലാണ് ആ രോമത്തെ പൊക്കണ്. അങ്ങനത്തെ 5 മില്യൺ രോമകൂപങ്ങളുണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ. അപ്പൊ 5 മില്യൺ രോമകൂപത്തിൽ 5 മില്യൺ മസിലുകളുണ്ട്. 5 മില്യൺ മസിലാണ്. ഓരോ മസിലാണ് ഓരോ രോമകൂപത്തെ ഇങ്ങനെ നിർത്തുന്നത്. നമ്മളുടെ എല്ലാം ഇങ്ങനെ രോമം എടുത്തുടിച്ചു വരല്ലേ, ആ രോമം എടുത്തുടിച്ച് നിൽക്കണമെങ്കിൽ ഒരു മസിൽ അവിടെ പൊന്തണം, അപ്പോഴത് എടുത്തുടിച്ച് നിൽക്കുക. അപ്പൊ 5 മില്യൺ രോമങ്ങൾ പൊന്തണമെങ്കിൽ 5 മില്യൺ രോമകൂപ മസിലുകൾ വേണം. സഹോദരങ്ങളെ, ഇത്രയും ബൃഹത്തായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളത്. അത് ചെറിയ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതിന്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ജീവൻ. അങ്ങനെ അള്ളാഹു 2 കോശങ്ങളിൽ, ആണിന്റെയും പെണ്ണിന്റെയും ബീജം കൂടി 2 കോശമായി, 4 കോശമായി, 8 കോശമായി, 16 കോശമായി, 32 കോശമായി. പിന്നെ അതെന്തായി മാറുകയാണ്? അതൊരു എംബ്രിയോ, ഭ്രൂണമായി മാറുകയാണ്. അതിന്റെ കോശങ്ങളിൽ നിന്ന് മനുഷ്യന്റെ കോലമുള്ള ഒരു അട്ടയുടെ രൂപത്തിൽ നിന്ന് പിന്നെ മനുഷ്യന്റെ രൂപത്തിലേക്കുള്ള ഒരു അതൊരു ഭ്രൂണമായി മാറുകയാണ്. എന്നിട്ടോ അതിന് പ്രത്യേക സമയമെത്തുമ്പം അള്ളാഹു റൂഹ് നൽകുകയാണ്. فإذا سويته ونفخته فيه من روحي فقعوا له ساجدين. അങ്ങനെ അവനെ ശരിയായ രൂപത്തിലാക്കുകയും എൻ്റെ ആത്മാവിൽ നിന്ന് അവനിൽ ഞാൻ ഊതുകയും ചെയ്താൽ അപ്പോൾ നിങ്ങൾ പ്രണമിക്കുന്നവരായി വീഴണമെന്ന് മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കാണ്. മനുഷ്യനെ സൃഷ്ടിക്കാൻ പോണതിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കാണ്. ഞാൻ സൃഷ്ടിക്കും, റൂഹൂതും, അപ്പൊ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ ഒരു ബൃഹത്തായ സൃഷ്ടിയാണ് മനുഷ്യനെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവമാണ്.
മനുഷ്യന്റെ ഓരോ കോശങ്ങളും ഇതൊക്കെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന വലിയൊരു സൃഷ്ടാവിനെ നമ്മൾ മറന്നു കളയാൻ പാടില്ല. നമ്മുടെ തൊലി നോക്കിങ്ങൾ, നമ്മളെ തൊലി അന്തരീക്ഷത്തിലെ കോടാനകോടി ബാക്ടീരിയകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മുടെ ചർമ്മമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കുക, നമ്മളെ ശരീരത്തിൽ എപ്പോഴാ പഴുപ്പ് വരിക? ഒരു മുറിവുണ്ടാവുമ്പോഴാ പഴുപ്പ് വരിക. നമ്മളെ മുറി പഴുത്തോന്നാ ചോദിക്കുക. അത്രയും കാലം അവിടെ പഴുപ്പുണ്ടായിട്ടില്ല. കാരണം എന്താ? അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു പോറൽ വന്നു, ഒരു മുറിവ് വന്നു, അപ്പോഴാണ് പഴുപ്പ് വന്നത്. അത്ര കാലം ആ ഏരിയയിൽ ബാക്ടീരിയ കേറിയിട്ടില്ല. കാരണം എന്താ? അങ്ങോട്ട് കയറാൻ പറ്റൂലെന്നു. പക്ഷെ അവിടെ ഒരു മുറിവ്, ഒരു പോറൽ വന്നപ്പോ എന്ത് ചെയ്തു? അത് പഴുപ്പ് വരാനുള്ള ചാൻസ് വന്നു. അപ്പൊ ഈ കോടാനകോടി ബാക്ടീരിയകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഈ തൊലി, അൾട്രാവയലറ്റ് റേസ്, നമ്മൾ ആകാശത്തിൽ നിന്ന് അൾട്രാവയലറ്റ് റേസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ നമുക്ക് സംരക്ഷണം നൽകുന്നത് നമ്മുടെ ചർമ്മമാണ്. ആ അൾട്രാവയലറ്റ് റേസിനെ നമ്മുടെ സ്കിന്ന് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മളൊന്ന് ചൂടാവുമ്പം, ദേഷ്യപ്പെടുമ്പോൾ, നമുക്ക് ടെൻഷൻ ആവുമ്പം നമ്മളെ പിന്നാലൊന്ന് ഒരു നായ കൂടിയായിരിക്കാം, നമ്മൾ ഭയങ്കരമായ ഓട്ടോടി നമ്മൾ ആകെ വേർത്തു. അപ്പൊ നമ്മുടെ ശരീരം ഭയങ്കര ചൂടാവും. ആ ചൂട് കുറക്കാൻ വേണ്ടി നമ്മൾ വേർക്കും സഹോദരങ്ങളെ. അങ്ങനെ നമ്മളെ ഒരു കൂളിംഗ് തന്ന് നമ്മുടെ ശരീരത്തിന് എല്ലാ സംരക്ഷണം നൽകുന്ന നമ്മുടെ തൊലി. പിന്നെ നമ്മുടെ എല്ലിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. ജനിക്കുമ്പം 300 എല്ലുകളുമായിട്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അതിങ്ങനെ ജോയിന്റായി 2 എല്ല് ഒന്നായിട്ടൊക്കെ കൂടി അവസാനം ഒരു പൂർണ്ണ വളർച്ച എത്തുമ്പോൾ 206 എല്ലുണ്ട് ഒരു മനുഷ്യന്. ആ എല്ലിലാണ് നമ്മുടെ കാൽസ്യം ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ മാതാവിന്റെ ഗർഭപാത്രത്തില് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച കാൽസ്യം അല്ല ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള കാൽസ്യം. കഴിഞ്ഞ മാസം നമ്മൾ തിന്ന ഭക്ഷണത്തിലെ കാൽസ്യം അല്ല ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള കാൽസ്യം. ആ കാൽസ്യം ഇങ്ങനെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാൽസ്യം പോയി പുതിയ കാൽസ്യത്തെ മാറ്റാണ്. നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീനുകൾ, അതാണ് എല്ലിനെ ബലം കൊടുക്കുന്നത്. ആ പ്രോട്ടീനുകളൊക്കെ ഇങ്ങനെ 7 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പഴയ എല്ലല്ല. പണ്ടത്തെ ആ ചെറുപ്പത്തിൽ തിന്ന ആ കോഴിന്റെയും ആ മട്ടന്റെയും ബീഫിന്റെയും പ്രോട്ടീൻ അല്ല ഇപ്പൊ നമ്മുടെ എല്ലിലുള്ളത്. അതൊക്കെ നിരന്തരമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ രക്തം ഉണ്ടാകുന്നത് മജ്ജയിൽ നിന്നാണ്. ആ മജ്ജ ഉള്ളത് നമ്മുടെ എല്ലിലാണ്. നിങ്ങൾ നോക്കി, മജ്ജന്റെ വില മനസ്സിലാക്കണമെങ്കിൽ മജ്ജ മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയന്റെ ചാർജ് പോയി ചോദിച്ചാൽ മതി. ശസ്ത്രക്രിയ മജ്ജ മാറ്റിവെക്കലിന്റെ എക്സ്പെൻസ് ഒന്ന് അന്വേഷിച്ചാൽ അറിയാം സഹോദരങ്ങളെ, നമ്മുടെ മജ്ജയുടെ വില എത്രയാണെന്ന്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നാഡികള്, തലച്ചോറിൽ നിന്ന് വരുന്ന നാഡികള് നോക്കി, ഒരു സെക്കൻഡിന്റെ 100ൽ1 ഭാഗം കൊണ്ട്, അതായത് 0.01 സെക്കൻഡ്, അഥവാ ഒരു സെക്കൻഡിന്റെ 100ൽ1 കൊണ്ടാണ് ഒരു ബ്രെയിനിൽ നിന്ന് കാലിലേക്കുള്ള സിഗ്നൽ പോണ്. നമുക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ ഒരു ഫോണ് വരുമ്പോ അല്ലെങ്കിൽ ഒരു കരച്ചിൽ കേൾക്കാണ്, കുട്ടി അവിടെ സ്റ്റെപ്പിൽ നിന്ന് വീണ കരച്ചിൽ. നമ്മൾ നിൽക്കുമ്പോൾ കുട്ടിയോടെ നിൽക്കണ്ടായിരുന്നു സ്റ്റെപ്പിന്റെ അവിടെ. നമ്മൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നമ്മളെ ഗസ്റ്റ് റൂമിൽ. കുട്ടി കരയുന്ന ശബ്ദങ്ങൾ നമുക്ക് മനസ്സിലായി കുട്ടി അവിടെ നിന്ന് വീണിട്ടുണ്ടെന്ന്. കേട്ട ഉടനെ എണീറ്റ് നമ്മൾ ഓടുകയാണ്. എത്ര പെട്ടെന്നാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. നമ്മളാ കേൾവിയുടെ സിഗ്നൽ നോക്കി നിങ്ങൾ. ആ കേട്ട സിഗ്നൽ എത്ര കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ആ കേട്ട സിഗ്നല്, ആ ഒച്ച, ആ കുട്ടിയുടെ ഒച്ച അന്തരീക്ഷ വായുവിലൂടെ ഇങ്ങനെ വൈബ്രേഷനായി വന്ന് നമ്മുടെ ചെവിയുടെ കർണപടത്തിൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കി അത് അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേപ്പിയസ്, മാലിയസ്, ഇംഗസ് എന്ന് പറഞ്ഞ 3 എല്ലുകളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോയിട്ട് അത് തലച്ചോറിന്റെ ഉള്ളിലുള്ള നമ്മുടെ ആന്തരിക ചെവിയിൽ വൈബ്രേഷൻ ഉണ്ടാക്കി അത് നെർവിലൂടെ നമ്മുടെ തലച്ചോറിലെത്തി ആ കേട്ടത് ഇന്നതാണ് എന്ന് തലച്ചോറിന് മനസ്സിലാക്കി കൊടുക്കുമ്പം ഇവിടെ ഇരുന്നാൽ പോരാ, ഓടണം, എണീക്കണം എന്ന് നമ്മളെ സിഗ്നലുകൾ, ആ ഒരു സിഗ്നൽ ഔട്ട്പുട്ട് അയച്ചു വന്നിട്ട് നമ്മുടെ കാലിലേക്കുള്ള മസിലുകളിലേക്ക് സിഗ്നൽ പോയി നമ്മൾ അവിടുന്ന് എണീക്കാണ്. ഇത് പറയാൻ എത്ര സമയം എടുത്തു സഹോദരങ്ങളെ? ശരി, സംഭവിക്കാൻ സമയം വേണ്ട. കാരണം എന്താ അറിയോ? 0.01 സെക്കൻഡ് കൊണ്ടാണ് തലയിൽ നിന്ന് കാലിലേക്ക് സിഗ്നൽ പോണത്. നോക്കി, അത്രയും വേഗത്തിലാണ് മനുഷ്യന്റെ ഞരമ്പിലൂടെ സിഗ്നൽ പോകുന്നത്. നോക്കി, നമ്മുടെ ശരീരത്തിലെ മുഴുവൻ നാഡികളും നിങ്ങളിങ്ങനെ നീട്ടിയാണ് വെച്ചാൽ 60 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് വരെ 50 ഉള്ളൂ. 60 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ശരീരത്തിലെ നാഡി കേബിളിന്റെ നീളം. നമ്മളെ കേബിള് കൊല്ലം മാറ്റണം എന്നുണ്ടെങ്കിൽ എത്ര ആവും? നമ്മളെ പെരിയ വയറിങ് മാറ്റാനുള്ള ചെലവ് ഇപ്പൊ നമുക്കറിയാം. നമ്മളെ നാടിന്റെ കേബിള് കൊല്ലം മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെലവുണ്ടാവും? ആ കേബിൾ ഇങ്ങനെ മുറിച്ചു നോക്കി മൈക്രോസ്കോപ്പിൽ വെച്ചാല് ഏറ്റവും മുന്തിയ ഒപ്റ്റിക് ഫൈബറിന്റെ കേബിളിനേക്കാൾ
അടിപൊളിയായിട്ടാണ് മൈക്രോസ്കോപ്പിൽ നമ്മളെ നെർവ് ഇങ്ങനെ മുറിച്ചിങ്ങനെ നോക്കിയാൽ അത്രയും അടിപൊളിയായിട്ടാണ് ഇങ്ങനെ ഓരോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണോ സഹോദരങ്ങളെ? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ, ഓരോ ഹോർമോണത്തിനും 50 ചില്ലാനം ഹോർമോണുകൾ ഉണ്ട് മനുഷ്യ ശരീരത്തിൽ. അതിൽ ഓരോ ഹോർമോണും ഓരോ ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ഇൻസുലിൻ വരും. അതേപോലെ നമുക്കൊരു ക്രൈസിസ് ഉണ്ടായാൽ നമ്മൾ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ഇതേപോലെ നമ്മളെ കുട്ടി വീണു നമ്മൾ അവിടുന്ന് ഓടുകയാണ്, അല്ലെങ്കിൽ നമ്മളെ പിന്നാലെ നായ കൂടി നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കാൾ ലൂയിസ് പോലും ഓടാത്ത ഓട്ടം നമ്മൾ ഓടും. നമ്മൾ കാൽമ മുള്ളുത്തി കിടക്കുകയാണെങ്കിലും അത് നമ്മൾ നേരത്തെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അജാതി പാച്ചിൽ നമ്മൾ പായും. എന്തേ സഹോദരങ്ങളെ? നമ്മളെ ശരീരത്തിൽ അഡ്രിനാലിൻ എന്ന ഹോർമോൺ വരികയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മളെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കൂടും, തലച്ചോറിന്റെ പ്രവർത്തനം കൂടും, നമ്മുടെ കാഴ്ച പ്യൂപ്പിൾ വലുതാവും, കണ്ണിന്റെ പ്യൂപ്പിളിന് വലുതായിട്ട് കാഴ്ച ശക്തി കൂടും. സഹോദരങ്ങളെ, ശ്വാസകോശത്തിന്റെ പ്രവർത്തനം കപ്പാസിറ്റി കൂടും, ശ്വാസം കൂടുതൽ ഉള്ളിലേക്ക് എടുക്കും, കൂടുതൽ ഓക്സിജൻ ശരീരത്തിലേക്ക് കൊടുക്കും, കൂടുതൽ ഹൃദയമിടിപ്പ് കൂടും, ഹൃദയം തള്ളുന്ന രക്തത്തിന്റെ അളവ് കൂടും, മസിലിലേക്ക് എത്തുന്ന രക്തത്തിന്റെ അളവ് കൂടും, ഓക്സിജന്റെ അളവ് കൂടും, ലിവർ കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് ബ്ലഡിലേക്ക് തള്ളും, മസിലിനെ കൂടുതൽ പ്രവർത്തിപ്പിക്കും, നമ്മൾ വയർക്കും, ബോഡി കൂളാവും, നമ്മുടെ നെർവിലൂടെ സിഗ്നലുകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും. അതേപോലെ തന്നെ നമ്മുടെ വേദനയുടെ സിഗ്നലൊക്കെ ബ്ലോക്ക് ആവും. നമ്മളെ വേദന അറിയാനുള്ള സിഗ്നലൊക്കെ താൽക്കാലികമായിട്ട് ബ്ലോക്ക് ആവും. അതുകൊണ്ടാണ് ഒരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ മുള്ളുത്തി അറിയാത്ത, ചിലപ്പോൾ കത്തിയെട്ടി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, എല്ല് പൊട്ടിയത് വരെ അറിയാത്ത ആൾക്കാരുണ്ട് ഒരു പ്രതിസന്ധി സംഭവിക്കുമ്പോൾ. എന്താ കാരണം? ആ അഡ്രിനാലിൻ ഹോർമോണാണ്. സഹോദരങ്ങളെ, ഇത്രയും വ്യവസ്ഥാപിതമായി ഇത്രയധികം ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കപ്പെട്ടതാണോ? ഇതൊക്കെ അള്ളാഹു നമുക്ക് വെറുതെ നൽകിയതാണോ സഹോദരങ്ങളെ? അതേപോലെ നോക്കി നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നോക്കി. ഹൃദയത്തിലുള്ള പ്രത്യേകത്തിലുള്ള രൂപത്തിലുള്ള മസിലാണ് കാർഡിയാക് മസിൽ എന്നുള്ളത്. മനുഷ്യ ശരീരത്തിൽ 3 തരം മസിൽ ഉണ്ട്: സ്കെൽറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. സ്കെൽറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കയ്യിന്റെയും കാലിന്റെ ഒക്കെ ഈ ജിമ്മിന്റെ പരസ്യത്തിൽ കാണുന്ന മസിൽ, അതിനാണ് സ്കെൽറ്റൽ മസിൽ എന്ന് പറയാ. സ്മൂത്ത് മസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞോ, ബോട്ടിക്കാണ് സ്മൂത്ത് മസിൽ എന്ന് പറയാം. കുടലിന് അതിനാകെ ഒരു പണിയുള്ളൂ, ഭക്ഷണം അങ്ങനെ മേലെന്ന് താഴത്തേക്ക് തള്ളണ പണി മാത്രമേ ഉള്ളൂ. 3ാമത്തെ മസിലാണ് ഹൃദയത്തിന്റെ മസിൽ. ഹൃദയത്തിന്റെ മസിലിന്റെ പ്രത്യേകത തരങ്ങള്, അതൊരിക്കലും ക്ഷീണിക്കൂല. മറ്റേ നമ്മൾ നീച്ചിക്കാൻ വയ്ക്കൂല, പക്ഷെ ഹൃദയം പ്രവർത്തിക്കും. നമ്മൾ ഇവിടുന്ന് ദൂരം ഓടാൻ തീരുമാനിച്ചു, കോഴിക്കോട് വരെ ഓടാൻ തീരുമാനിച്ചാല് അത് എല്ലാവർക്കും ഓടാൻ കഴിയില്ല. അത് ഇർഫാന് മാത്രമേ ഓടാൻ പറ്റുള്ളൂ. ഓടി ശീലല്ലോനെ ഓടാൻ വയ്ക്കുള്ളൂ. അല്ലാത്ത വെള്ളാമ്പുറത്തുമ്പോത്തിന് മുട്ടുകൂട്ടിയടിച്ച് മുഖോടെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടാൻ പറ്റൂല. കാരണം എന്താ? നമ്മളെ മസിലിനെ ട്രെയിൻ ചെയ്യിക്കാത്തോണ്ടാണ്. അപ്പോ ഒരു കപ്പാസിറ്റി കഴിഞ്ഞാൽ അവസാനിക്കും. എന്നാൽ ഹൃദയം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരാഴ്ച ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നേരാവണ്ണം എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഹൃദയത്തിന്റെ മസിൽ അങ്ങനെ പ്രത്യേക ഡിസൈനാണ്. അതിന് ഓക്സിജനും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് ഗ്ലൂക്കോസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ശരീരത്തിൽ ഊർജമാക്കി മാറ്റാൻ പറ്റിയ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഊർജമാക്കി മാറ്റി പ്രവർത്തിക്കാൻ കപ്പാസിറ്റി ഉള്ള മസിലാണ് മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിന്റെ മസിൽ.